സോ ഇത് നമ്മുടെ സീ സോൾട്ടിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സീ സോൾട്ടിൻ്റെ ആദ്യം എങ്ങനെയാണ് സീ സോൾട്ട്, എന്താണ് സീ സോൾട്ട്, എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചർ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബോണ്ടിങ്ങിനെ കുറിച്ച്. സോ ബോണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇൻ ദിസ് കോമ്പൗണ്ട് ഈ പ്ലാറ്റിനം എന്ന് പറയുന്നത് ഏത് ഹൈബ്രിഡൈസേഷനാണ്? DsP2 ഹൈബ്രിഡൈസേഷനിലാണ് നിൽക്കുന്നത്. സോ ഈ DsP2 ഹൈബ്രിഡൈസേഷനിലുള്ള സിഗ്മ ബോണ്ട്, പ്ലാറ്റിനത്തിലെ സിഗ്മ ബോണ്ട് ആരുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു? പൈ ബോണ്ട് ഓഫ് C2H4 അല്ലേ. അപ്പം നമുക്ക് പറയാം, ദിസ് കോമ്പൗണ്ട് D2sp2 ഹൈബ്രിഡൈസ്ഡ് സിഗ്മ ഓർബിറ്റൽ ഓഫ് പ്ലാറ്റിനം ഓവർലാപ്പ് വിത്ത് പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഓഫ് C2H4 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ്ലി അതോടൊപ്പം തന്നെ ഫിൽഡ് ആയിട്ടുള്ള D-പൈ ഓർബിറ്റൽ ഓഫ് പ്ലാറ്റിനം ഓവർലാപ്പ് വിത്ത് പൈ സ്റ്റാർ ഓർബിറ്റൽ ഓഫ് C2H4. അതും എന്താണ്, അതിൻ്റെ ബോണ്ടിങ് നേച്ചറിനെ കുറിച്ച് നമുക്ക് പറയാനാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം ഇവിടെ 2 C ഉണ്ട് അല്ലേ, 2 കാർബൺ ഉണ്ട് ഈ എത്തിലയിൽ. ആ 2 കാർബണും നമ്മുടെ പ്ലാറ്റിനത്തിൽ നിന്നും ഇക്വി ഡിസ്റ്റൻ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, 2 കാർബൺ ആറ്റം ഓഫ് C2H4 ആർ ഇക്വി ഡിസ്റ്റൻ്റ് ഫ്രം പ്ലാറ്റിനം. ദ എത്തിലീൻ ഗ്രൂപ്പ് ലൈ പെർപെൻഡിക്കുലർ ടു പ്ലാറ്റിനം ക്ലോറിൻ ബോണ്ട് വിച്ച് ഈസ് ട്രാൻസ് ടു C2H4 ലിഗാൻ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ PCl ക്ലോറിൻ പ്ലാറ്റിനം ക്ലോറിൻ ബോണ്ടിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മുടെ CH2 ബോണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്തിന് ട്രാൻസ് ആണ്? ഈ PTCl ബോണ്ടിന് ട്രാൻസ് ആയിട്ടാണ് ആര് നിൽക്കുന്നത്? CH2 ബോണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീ സോൾട്ടിന് C2V സിമെട്രി ആണ്. അതോടൊപ്പം തന്നെ സീ സോൾട്ടിൻ്റെ സിഗ്മ ബോണ്ട് എന്ത് ചെയ്യുന്നു? പ്രിഡോമിനേറ്റ് ചെയ്യുന്നു. ബിക്കോസ് ദ പ്ലാറ്റിനം 2 ഈസ് വീക്ക്ലി പൈ ആൻഡ് ദ ലിഗാൻ മോർ നിയർലി റിസംബിൾസ് ദ ഫ്രീ ആൽക്കീൻ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദ സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ഓൺലി സ്ലൈറ്റ്ലി ബെൻഡ് ബാക്ക് away from the metal and CC distance is not greatly lengthened compared to free ethylene. മറ്റൊരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇവിടെ നമ്മുടെ ഈ CH ബോണ്ട് പ്ലാറ്റിനവുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ Cl ബോണ്ട്സ് എന്ത് ചെയ്യുന്നില്ല, പ്ലാറ്റിനം Cl ബോണ്ട് അധികം അങ്ങോട്ട് ബെൻഡ് ചെയ്തിട്ടില്ല അല്ലേ, വലുതായിട്ട് ചെറിയൊരു ബെൻഡ് ഷേപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ CH2 ബോണ്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു നോർമൽ CH2 ബോണ്ടിനെക്കാട്ടിലും ഒരുപാടൊന്നും എന്ത് ചെയ്തിട്ടില്ല, അങ്ങ് ലെങ്തൺ ചെയ്ത് പോയിട്ടില്ല. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.